ഒരു 10 മണിക്കടി കവടി അപ്പൊ പൈരിയെ പേടി ഉണ്ട്. ഇത് നോക്കിക്കോ, വാടി കവടി ഒരു 10 കൂടെ. ആ ചരക്കിലാറി പോയോ? എത്ര ഉണ്ടായിരുന്നു? 1500 നാരൻ, 2500 പൂവാല്. ആഫീസർ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ? ഓ ഇല്ല. പിന്നെ വരുന്ന വഴി ഞാനൊരു കാഴ്ച കണ്ടു. എന്തുവാ? മുതലാളി ഒന്നും കൂടി വന്നേ. കളിക്കടേ വേണ്ടേ, ഞാൻ കളിച്ചെന്റെ കളി തോപ്പിച്ചാലുണ്ടല്ലേ. ആ കളക്കടേ. എങ്ങോട്ടാ? നരകത്തിലോട്ട്. വരുന്ന മീൻ മലക്കകത്ത് എന്നോട് ചാടി വല്ല കാര്യമുണ്ടോ? പടിഞ്ഞാട്ടം നീട്ടി പിടിച്ച് പോന്നാ ഞാൻ പറഞ്ഞു. പടിഞ്ഞാട്ട് എന്തുവാ? നിന്റെ മറ്റുള്ള കൊണ്ട് നിർത്തിട്ടോ മീന്? ഉണ്ടോ ഇല്ലോന്ന് വല ഇറക്കിയല്ലേ അറിയത്തുള്ളൂ. ആ ഇയാൾ കൊണ്ട് ഇറക്ക്. മതിയടാ കെട്ടിയത്, ഉള്ളത് വീട്ടിൽ കൊടുക്കാൻ നോക്ക്. അതെ നോക്കിങ് കൊണ്ടൊക്കെ വിൽക്കണേ, എണ്ണക്കാശെങ്കിലും വെക്കണം. മുതലൊക്കാതെ ഞാൻ ലേലം ഉറപ്പിക്കുന്നതെന്ന് അറിയാല്ലേ. ആ ഇയാൾ ഇഷ്ടം പോലെ എന്തൊക്കെയാടേ ഉള്ളത്? കോരി ഇറക്കുവാ. വാസേ, ദിവസവും പോരാൻ നേരത്ത് ദിക്കിയോദിക്കലുണ്ട്. അമ്മച്ചിയോ പുറം കടല് കാണാത്ത അമ്മച്ചിക്ക് ഉണ്ടാവല്ല ഊരും. എന്തെങ്കിലും പോഴത്തം പറയും. അമ്മച്ചി പറഞ്ഞാൽ പുള്ളിക്കത് അച്ചട്ടാ. ദിക്ക് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞാൽ മൂശാട്ട കയറും. ആരെന്ത് കള്ളത്തരം കാണിച്ചാലും ഈ അലോഷിയുടെ കണ്ണിപ്പെടാതിരിക്കത്തില്ല. നീ ശരിക്കും കണ്ട? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് വിശ്വാസമായില്ല. ദാണ്ടെ പിടിക്കണ വളയമാണ് സത്യം. ഹെൽമെറ്റ് ഊരി സന്നിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ടാറ്റായും പറഞ്ഞ് പോളേന്റെ ഗേറ്റ് കടന്നു പോണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. അത് പാപ്പച്ചന്റെ മോള് തന്നെയാണെന്ന് ഉറപ്പാന്നു? മൂതാക്കര ഉണ്ണിവിശിഹായാണോ ഉറപ്പാ? ഈ തുറയിൽ ആ പ്രായത്തിൽ ഞാനറിയാത്ത പെമ്പിള്ളേരുണ്ടാ? പട്ടാളം പാപ്പച്ചൻ അറിയാതെ ആ പെൺകുച്ചി ഇത്രയും ധൈര്യം കാണിക്കത്തില്ല. ഡാന്ന് വിളിക്കാനും ഡീന്ന് വിളിക്കാനും മുതലാളി കൊച്ച മോനെ വലിയ ഗുണമില്ലേ മുതലാളി. ഫൈലിക്ക് പണം ഉണ്ടായതിലേ ചെലവന്മാർക്ക് കടികളകിയിട്ടുണ്ട്. അതിന് വല്ല ഡോക്ടറേയും കാണണം, അല്ലാണ്ട് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. വല്ലതും പറയാനുണ്ടെ മുഖത്ത് നോക്കി പറയണേ, അത് ആണത്തം. പറയൂടെ, എനിക്കെന്തുവാ പേടിയാന്നോ? ആണത്തം ഉണ്ടെങ്കിൽ നേരിക്ക് നേരെ വാ, അല്ലാതെ കള്ളക്കളി കളിക്കല്ലേ. ഞാൻ എന്ത് കള്ളക്കളി കളിച്ചതാ പുല്ലേ? കണ്ടേ ഒരുപാട് ആളാകരുത് കേട്ടാ. ഞാൻ ആളായത് കൊണ്ടാടാ കളിക്കുന്നത്. നീ എന്നാണ് ആളായത്? അല്ല വഴിയെ പോയി ഇരിക്കട്ടവൻ ചൊറിഞ്ഞോണ്ട് വരുന്നത്. ചൊറിയല്ലേ? കുറെ നാളെ കാണാൻ തുടങ്ങിയിട്ട്. ചൊറിഞ്ഞാ നീ എന്ത് ചെയ്യൂടെ? പിടിച്ചാ നൂത്തുകളയും. നോക്കാനെങ്കിൽ വാടേ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ നീ നാളോടാ വണ്ടി വൈദ്യൂടാണ് കളി. അല്ലേ ഒക്കെ സമാധാനമായിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലയോ. പിന്നെ എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? അപ്പച്ചി എന്തുവായി പറയുന്നേ? നിന്നെ അവളെ കോളേജ് പഠിക്കൽ വെച്ച് അലോഷി കണ്ടു. ഒക്കെ ഇവിടെ വന്ന് വിസ്തരിക്കുകയും ചെയ്തു. നീ വരുന്നതും കാത്ത് അവിടെ ഇരിക്കുക. അപ്പൊ ഇനി ഒരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. നന്നായി. എവിടെ തുടങ്ങണമെന്ന് അറിയാതിരിക്കാണ് ഞാൻ. മോനെ തറുതലൊന്നും പറയാൻ നിൽക്കരുതേ. അപ്പച്ചി വിട്, എനിക്കും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. കുറെ നാളായി മനസ്സിൽ ടെരിച്ചോണ്ട് നടക്കുക. മോനെ ഇങ്ങ് വാടാ. മോൻ എന്താ ഇത്ര വൈകിയേ? സിറ്റി വരെ പോയേക്കുമായിരുന്നു. എന്നിട്ട് സിറ്റിയിലൊക്കെ കറങ്ങിയോ? കുരിശുമണി കേട്ടപ്പം മുതൽ അപ്പച്ചൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. അതെന്താ പതിവില്ലാത്തൊരു കാത്തിരിപ്പ്? അല്ല, സണ്ണിക്കുഞ്ഞ് ലീവിന് വന്നിട്ട് മുതലാളിക്ക് ഇതുവരെ നേരെ ഒന്ന് കാണാൻ കിട്ടിയില്ലല്ലോ. എന്നോട് ചോദിച്ചില്ല, പോടാ. എടാ നീ മിണ്ടരുത്. ചോദ്യം എന്നോടാണേ. കാത്തിരിക്കാൻ കാരണമുണ്ട്. നിനക്ക് അപ്പച്ചനൊരു കെട്ടുകാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. കൊച്ചിന്നാണ് പെണ്ണ്. പീലിപ്പോസ് മുതലാളി എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. എന്നാ കേട്ടോ, നിന്റെ അമ്മായിയപ്പനാകാൻ പോണ ആളാ. അത് അപ്പച്ചൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല പോരായോ? പോരാ. പിന്നെ ആര് തീരുമാനിക്കണം? കെട്ടാൻ പോകുന്ന ഞാനാന്നേ, ഞാനിവിടെ തീരുമാനിക്കണം. എന്നാ തീരുമാനിച്ചോ. നിനക്ക് എന്നത്തേക്ക് കെട്ടാം, അതനുസരിച്ച് എനിക്ക് അവരോട് വാക്ക് പറയാമല്ലോ. ആരെ കെട്ടണമെന്നും എന്നത്തേക്ക് വേണമെന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തൊരു മര്യാദയാണ്. നിന്റെ കല്യാണം നീ അറിയാതെ തീരുമാനിച്ചത് തെറ്റാ, സമ്മതിച്ചു. പക്ഷേ അക്കാര്യം ഞാൻ അറിയാതെ നീ തീരുമാനിച്ചത് ശരിയാണോ? ഒന്നുമില്ലേലും ഞാൻ നിന്റെ തന്തയായി പോയില്ലേ? ജനിപ്പിച്ചോണ്ട് മാത്രം തന്തയാവില്ല. അത് നേരെ. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോ, നീ അങ്ങ് ക്ഷമിച്ചേരെ. പക്ഷേ എന്നെ ധിക്കരിച്ചുകൊണ്ട് കണ്ണിക്കണ്ട അലവലാദികളെ ഈ കുടുംബത്തിൽ കേട്ടങ്ങ് സമ്മതിക്കത്തില്ല. അതിന് വിരിച്ച വല നീ അങ്ങ് മാറിക്കെട്ടിക്കോ. ഞാൻ നോക്കില്ല. നിങ്ങൾ ഒറ്റൊരുത്തിയാണ് ഇങ്ങനെ ആക്കിയത്. മുന്നാരിച്ച് തോളിക്കേറ്റുമ്പോ പറഞ്ഞതാ, ഒന്നേ ഉള്ളൂ എങ്കിലും ഒരക്കിക്കറ്റ് വളർത്തണമെന്ന്. അപ്പച്ചങ്ങോട്ട് മാറ്, കൊല്ലട്ടെ. എന്റെ അമ്മച്ചെ ചുട്ടരിച്ചത് പോരായിരിക്കും. ഈ പന്നീനെ ഞാൻ. എടാ പുല്ലേ, ഇത് ചതിയാണടാ, ചതി.
പട്ടാളം പാപ്പച്ചൻ കഴിച്ച ചതി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണോടാ ബുദ്ധി. ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആരാണ് ചതിയനെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കഴിവറ മോനെ, ആരാടാ നീ ചതിയാന്ന്? എടാ, പട്ടാളം പാപ്പച്ചന്റെ മോടെ കഴുത്തിൽ നീ മിന്നിയോട്ടാമെന്ന് കരുതണ്ട. നമുക്ക് കാണാം. കാണാം. അപ്പച്ചി വിടാ കേട്ടില്ലേ? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കെട്ടും. ഇവിടെ ആരാ ചോദിക്കാൻ? റോസിക്കുട്ടി, നീ ഭാഗ്യവതിയാണ്. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. അവളുണ്ടല്ലേ ആ പ്രേമക്കാരി, പട്ടാളം പാപ്പച്ചന്റെ മോള്, അവക്കൊരു കൊട്ടു കൊടുക്കണം. എന്തുവാടാ നിന്റെ നാവറങ്ങിപ്പോയാ? കൊടുക്കാൻ മുതലാളി. പാപ്പച്ചൻ കേട്ടോ? എന്തുവാടേ? ഇപ്പൊ എണീറ്റേ ഉള്ളോ? ഓ പിന്നെ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുക. പെണ്ണിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അവിടെ പഠിത്തം കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ലോടെ. നല്ല പഠിത്തമാണ് പെണ്ണിപ്പൊ പഠിക്കണത്. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പറയണ്ടെന്ന് കരുതി കടിച്ചു പിടിച്ചിട്ട് പറ്റണില്ല. ചങ്കിലിരുന്ന് തിങ്ങയാണ്. നീ എന്തുവായി പറയുന്നേ? ആ പൈലിയുടെ മോനുണ്ടല്ലോ, ഗൾഫിൽ പോയേക്കണ ചക്കൻ. അവനെന്താ പറ്റി? അവനിപ്പൊ ലീവില് വന്നിട്ടുണ്ട്. അവന് നമ്മുടെ പെണ്ണുമായിട്ട് കത്രീനയാണ് പറഞ്ഞത്. ടൗണിൽ വെച്ച് കണ്ടെന്ന്. രണ്ടാളും കൂടെ മോട്ടോർ സൈക്കിളുമേ ഒച്ചപ്പാടുണ്ടാക്കി ആളുകളെ കൂട്ടരുത്. അപ്പച്ചനി കേട്ടത് നേരാണോ? നേരാണോ? എടി, പൈലിയുടെ മോന്റെ കൂടെ നീ മോട്ടോർ സൈക്കിളിൽ പോയെന്ന് ഞാൻ കേട്ടത് നേരാണോന്ന്? ഒന്നുകളെ ഞാൻ ചോര നീരാക്കിയാണ് ചോറ് തരുന്നത്. രണ്ടായിരം കാണിച്ചോടില്ല. അങ്ങോട്ട് മാറി നിൽക്കുന്നല്ലേ? ഇവളെ കോളേജിൽ പോയി എന്തിനാണെന്നറിയോ? കണ്ണി കണ്ട ആമ്പിള്ളാരുടെ കൂടെ ഊരി ചുറ്റാനാ. അത് എന്തിനും പോകുന്ന പൈലയുടെ മോന്റെ കൂടെ ചാവിട്ടി ഇവിടെ ഒന്ന് കടലിൽ ആങ്ങളെ നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നു. ഇവിടെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇതൊള്ളാടി സണ്ണിക്കുട്ടിക്ക് എന്നെ ഇഷ്ട. നിനക്ക് സണ്ണിക്കുട്ടി ഇഷ്ടാന്നോ? ഇഷ്ടമാണെന്ന് പറയടി. നിനക്ക് ഇഷ്ടമാണല്ലോടി? എന്നെ പിടിക്കരുതാ പറഞ്ഞേ. നീഞ്ചരുവ കൊടുത്ത് പണിക്ക് വേണ്ടതാ ഇവളൊക്കെ. നാലക്ഷരം പഠിച്ചോട്ടെന്ന് കരുതിയപ്പോ തലേ കയറണ കടുംപിടുത്തം പിടിച്ചാണല്ലോ. പണ്ടത്തെ കാലമൊന്നും വലുത്. അപ്പനീ കാര്യണ്ട, ഇത് ഞാൻ നോക്കാം. ഇപ്പൊ തന്നെ എഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ പറയേണ്ടിരുന്നാൽ എങ്ങനെയാണ്? എന്തെങ്കിലും വന്ന് ഭവിച്ച തന്ത എന്നോടല്ലേ ചോദിക്കുള്ളൂ. ഇനി എവിടെ കഴിയുന്ന അങ്ങനെയൊന്നും വരത്തില്ല. ഇനി കോളേജിൽ പോയാ മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി തിരിച്ചു പോകണം. മനസ്സിലായോ? കാളയിലോ? അവളിനി കാളയിലും പോകണ്ട, കോപ്പിലും പോകണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? അന്ത്യാവളം വെള്ളം കോരിട്ട് ഇപ്പൊ കല ഉടക്കണം. ആ കോരിടത്തുള്ളൊക്കെ മതി. എന്റെ അപ്പ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലയോ? പറഞ്ഞെല്ലാം കേട്ടല്ല. നടത്തേണ്ട കാര്യങ്ങള് സമയാസമയങ്ങൾ ഞങ്ങൾ നടത്തിക്കോളാം. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായെന്നറിഞ്ഞ അപ്പച്ചൻ പറഞ്ഞ പോലല്ല, അച്ചാച്ചനെ തനി സ്വഭാവം മോള് കണ്ടിട്ടുണ്ടല്ലോ. ചെല് ചെല്, മോൻ കഴുകിട്ട് കോളേജ് പോകും. എന്താ ഇവിടെ ഒരു തല്ലും വിളി? ഒന്നുമില്ല. സോഫി മോളെ കരച്ചില് കേട്ടല്ലോ. അത് അപ്പന് കാലത്തെ ചൂട് കളിയതാ. എടാ മോനെ പാപ്പച്ച, ആ ചെറുക്കൻ നല്ലവനാണെന്നാ കത്രീന പറയണത്. കാണാനും മിടുക്കനാ. അവിടെ തലേ വരെ അങ്ങനാണെങ്കി പിന്നെ അത് തോന്നുന്നുണ്ടോ? നീ പുറകെ ഉണ്ടെന്ന് അവളറിയോ? വേഷം മാറിപ്പോയാലാ? വേഷം മാറല? അല്ല, ഈ സീഡി പണിയാകുമ്പോഴൊക്കെ വേഷം മാറിപ്പോണല്ലേ നല്ലത്? വേഷം മാറി കുളവാക്കല്ലേ. അതൊക്കെ ഞമ്മക്ക് വിട്. പക്ഷെ കോളേജ് വരെ പോണെങ്കി ബാറ്റ വേണം. ബാറ്റയോ? വണ്ടിക്കാശ് ആകെ 2 രൂപ കയ്യിലുള്ളു. അതൊക്കെ തരാടേ. ചെല്ല്. എന്നാ ഓക്കെ. ഓക്കെ.